മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണന് വേണ്ടിയിട്ട് കറുത്ത മുണ്ട് മേടിക്കാൻ വേണ്ടി മഹാലക്ഷ്മി ഒരു ടെക്സ്റ്റൈലിൽ കയറുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഒരു ലേഡിയോട് ഇങ്ങനെ കറുത്ത മുണ്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പം അവർ തിരിഞ്ഞതും മഹാലക്ഷ്മി അവരെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മളുടെ മഞ്ജു ആണ്. മഞ്ജുവിനെ കണ്ടതും മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ മഞ്ജു ഇവിടെ എന്ന് ചോദിക്കുമ്പം അതേ എടുത്ത് ഈ വീട്ടിൽ വെറുതെ ഇരിക്കാമല്ലോ എന്ന് കരുതി ഞാനിവിടെ ജോലിക്ക് കയറിയതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സാഗറേട്ടൻ്റെ ജോലി പോയില്ലേ, അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ, അതുകൊണ്ട് വന്നതാണ്. ആ സമയം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മഞ്ജു? ആ മേഘൻ്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ നിനക്ക് വീട്ടിലോട്ട് വന്നാൽ പോരായിരുന്നോ? നിന്നെ കണ്ണേട്ടം പൊന്നു പോലെ സ്വീകരിക്കില്ലായിരുന്നോ? നീ ഇപ്പോൾ ആ ചതീൻ്റെ കൂടെ പോയത് കൊണ്ടല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നേ? എന്തായാലും എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മഞ്ജു എന്ന് പറയുമ്പം എടുത്തി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എടുത്തി, എല്ലാം ശരിയാവും, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും എടുത്തിയും ഏട്ടനും വിചാരിക്കണ പോലെ ഒന്നും അല്ല സാഗറേട്ടൻ ഒരുപാട് മാറി, പണ്ടത്തെ ഒരു സ്വഭാവവും ഇല്ല സാഗറേട്ടൻ. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും ഇത് വലിയൊരു സങ്കടമായിപ്പോയി മഞ്ജു. എന്തായാലും ഇത് കണ്ണേട്ടനെ അറിഞ്ഞാൽ കണ്ണേട്ടന് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, എടുത്ത് ഇത് തൽക്കാലം കണ്ണേട്ടനോടൊന്നും പറയാൻ നിൽക്കണ്ടെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല മഞ്ജു, എന്തായാലും ഞാനിത് കണ്ണേട്ടനോട് പറയും. എനിക്കിത് കണ്ണേട്ടനിൽ നിന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. സ്വന്തം സഹോദരിക്ക് ഈ ഒരു അവസ്ഥ വന്നത് കണ്ണേട്ടനെ അറിയണ്ടേന്ന്. പിന്നീട് മഞ്ജു ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ എടുത്തി ഇപ്പോൾ എന്തിനു വന്നതാന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് കറുത്ത മുണ്ട് വേണമായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ ആരാ എടുത്തി മലയ്ക്ക് പോണേന്ന് ചോദിക്കുമ്പം വേറെ ആരാ, നിൻ്റെ കണ്ണേട്ടൻ തന്നെയാണ് മലയ്ക്ക് പോണത്. കണ്ണേട്ടനിക്ക് മലയ്ക്ക് പോകാനൊക്കെ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ കൂടെ അനന്തുവേട്ടനും മാർക്കോയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവർ കണ്ണേട്ടനെ ശബരിമലയിൽ കൊണ്ടുപോയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും സന്തോഷമായി, എന്തായാലും കണ്ണേട്ടൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരട്ടേന്ന്. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കുമായിരിക്കും എടുത്തി. ഇത്രയും കാലം എൻ്റെ അമ്മയും അതുപോലെ അമ്മാവനും ചെയ്ത ക്രൂരത കൊണ്ടല്ലേ കണ്ണേട്ടൻ വീൽചെയറിൽ തന്നെ ആയിപ്പോയത്. അന്ന് എനിക്കും ബുദ്ധി ഉണ്ടായിരുന്നില്ല എടുത്തി, അതുകൊണ്ട് ഞാനും അവർക്ക് കൂട്ട് നിന്നിട്ടുണ്ട്. അതിനെ എടുത്തി ഏട്ടനും എന്നോട് പൊറുക്കണം. ഇപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലൊരു ചിന്ത മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് കണ്ണേട്ടനും ഇന്ന് എഴുന്നേറ്റ് നടക്കണം. അതുപോലെ എടുത്തിക്കും കണ്ണേട്ടനും കുഞ്ഞുങ്ങളുണ്ടായി സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ പുതിയ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് വിശേഷം എടുത്തിയെന്ന് ചോദിക്കണം. നിൻ്റെ കരുണയെടുത്തിയുടെ കുഞ്ഞു പോയി, അതെങ്ങനെയാണ് എടുത്തി സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ വേണ്ടിയിട്ട് പായസത്തിൽ വിഷം ചേർത്ത് വച്ചിരുന്നു, ആ പായസം കരുണ തന്നെ കുടിച്ചു, അതാ സംഭവിച്ചതെന്ന്. എന്നിട്ടിപ്പോൾ അവർ അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെയും കണ്ണേട്ടൻ്റെയും തലയിൽ കെട്ടി വയ്ക്കാൻ നോക്കുകയാണ്. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, അതെപ്പോഴും അവരങ്ങനെ തന്നെയല്ലേ, അവർക്ക് വരുന്ന തെറ്റുകളെല്ലാം അവർ കണ്ണേട്ടനെയല്ലേ ഏൽപ്പിക്കാറ്. ഇതിപ്പോൾ എന്തായാലും എടുത്ത് വിട്ടു കൊടുക്കരുത് എടുത്തി, അവരുടെ അടുത്ത് അവരെങ്ങനെ പെരുമാറണം അതേ രീതിയിൽ തന്നെ പെരുമാറാവുള്ളൂ. ആ എടുത്തിയുടെ അനുജത്തിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എടുത്തിയുടെ ഒരു ഗുണവും കരുണയെടുത്തിക്കില്ല. മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ കരുണയെടുത്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കരുണയെടുത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും അത് നമുക്കൊരു വേദനയല്ലേ മഞ്ജു, ഒരു കുഞ്ഞു ജീവനല്ലേ നഷ്ടപ്പെട്ടത്, അതും കരുണയുടെയും മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പുണ്ടെന്ന്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, പിന്നെ എടുത്തിക്ക് എങ്ങനെയാണ് മനസ്സിലായ എടുത്തിനെയും ഏട്ടനെയും കൊല്ലാനാണ് അവർ വിഷം കലക്കിയതെന്ന് പറയുമ്പോൾ ആ ഒരു സ്വാമി വന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ മഹാലക്ഷ്മി മഞ്ജുവിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അത് അങ്ങനെ തന്നെ വേണം ആ കരുണയെടുത്തിക്ക്. എന്തായാലും കരുണയെടുത്തിയുടെ അഹങ്കാരം മാറിയല്ലോ. ഇനിയിപ്പോൾ എന്തായാലും എടുത്തി അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനിയിപ്പോൾ അമ്മയും ഉണ്ണിയേട്ടനും എടുത്തിയോട് അതും പറഞ്ഞ് വഴക്കിടാമെന്നാൽ എടുത്തി അതിന് ചുട്ട മറുപടി തന്നെ കൊടുത്താൽ മതി, പിന്നെ അവർ വഴക്കിനൊന്നും വരൂലാന്ന്. എന്തായാലും നീ എനിക്ക് കുറച്ച് മുണ്ട് താ, ഞാൻ പോകട്ടെ, കണ്ണേട്ടൻ കാറിലിരിക്കുകയെന്ന് പറയുന്ന. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഒരു കാരണവശാലും എടുത്തി ഇത് കണ്ണേട്ടനോട് പറയരുത് കേട്ടോ, എടുത്തി കണ്ണേട്ടനത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ഞാനിത് പറയും മഞ്ജു, എനിക്കിത് കണ്ണേട്ടനിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പറ്റില്ല. നീ കണ്ണേട്ടൻ്റെ അനുജത്തിയല്ലേ, അപ്പോൾ നിനക്കിങ്ങനെ ഒരു ആപത്ത് വന്ന കാര്യം കണ്ണേട്ടനെ അറിയണ്ടേന്ന്. അങ്ങനെ മഹാലക്ഷ്മി മഞ്ജുവിൻ്റെ അടുത്തുനിന്ന് മുണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വരുമ്പം കണ്ണനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് വന്നതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, താനെന്താ ഇത്ര വൈകിയ, ഈ കറുത്ത മുണ്ട് വാങ്ങാൻ ഇത്രയും സമയം വേണമെന്ന് ചോദിക്കുമ്പം കണ്ണേട്ട, ഞാൻ ആ കടയിൽ ചെന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറയുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിക്കുമ്പം വേറെ ഒന്നുമല്ല കണ്ണേട്ട, മഞ്ജു അവിടെ ജോലിക്ക് നിൽക്കാന്നേ. മഞ്ജു എന്തിനിപ്പോൾ അവിടെ ജോലിക്ക് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ സാഗറിൻ്റെ ജോലി പോയല്ലോ, തോമസ് ഡോക്ടറുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം സാഗറിന് അത്യാവശ്യം നല്ല സാലറി തന്നെ ഡോക്ടർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജോലി പോയതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ വേറെ
വഴിയില്ലല്ലോ, അതുകൊണ്ട് അവൻ തന്നെയായിരിക്കാം മഞ്ജുവിനെ ഇപ്പോൾ ജോലിക്ക് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ജുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം അതൊന്നും ചെയ്യാറായിട്ടില്ല മഹി. എന്തായാലും നമ്മളിപ്പോൾ മഞ്ജുവിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം കൈപ്പറ്റുന്നത് സാഗറായിരിക്കും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അവനെപ്പോലെയുള്ളൊരു നീചൻ്റെ കൂടെ അവൾ പോയത് തന്നെ എനിക്കിഷ്ടമല്ല. പിന്നെ എൻ്റെ സ്വത്തുക്കൾ അവൻ അനുഭവിക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ മഞ്ജുവിനെ സഹായിക്കാൻ പോകണ്ടെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മിക്ക് ആകെ വിഷമമായിട്ട് മഹാലക്ഷ്മി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നാലും കണ്ണേട്ടാ മഞ്ജുവിനെ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നത് മോശമല്ലേ എന്ന് വയ്ക്കുമ്പം ഒരു മോശമില്ല. നമ്മളുടെ സ്വത്തുക്കൾ സാഗർ അനുഭവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് താൻ ആ കേസ് വിട്ടേരെ. ഇനിയിപ്പോൾ സാഗറും മഞ്ജുവും സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. അല്ലാതെ ഇപ്പോൾ മഞ്ജുവിന് ഒരു സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെ ഉണ്ണീനെയാണ്. ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഉണ്ണി നമ്മളിനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നീ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ചെല്ല്. നീ അവിടുത്തെ സൂപ്പർവൈസർ അല്ലായിരുന്നോ? ആ സ്ഥാനം നീ സ്വയം ഏറ്റെടുക്കുക. അല്ലാതെ കണ്ണൻ നിനക്ക് ഇനി സ്ഥാനം തരുമെന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. എന്തായാലും ഇപ്പോൾ കർണയുടെ കുഞ്ഞും പോയ സ്ഥിതിക്ക് നിന്നെ വീണ്ടും ജോലിയിൽ തരം താഴ്ത്താനാണ് സാധ്യത. ഇന്നിപ്പോൾ അവനും അവളും പറയണത് കേട്ടില്ലേ, അവർക്ക് കൊടുക്കാൻ വേണ്ടി വിഷം കലക്കിയതാണ് കർണ കുടിച്ചതെന്ന്. അത് സത്യമാണെന്ന് നമുക്കറിയാം. എന്തായാലും നീ കമ്പനിയിൽ ചെന്ന് അവിടുത്തെ അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ നോക്കുന്നു. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അത് തന്നെ അമ്മയെ തീരുമാനിച്ചേക്കണേ. അവർ ഓരോ സ്ഥാനത്ത് നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞാനങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അധികാരങ്ങളും ഞാൻ തിരിച്ചു പിടിക്കും. ഇന്ന് ഞാൻ അമ്മാവനെ കാണാൻ പോയിരുന്നു. അമ്മാവൻ ഞങ്ങളോട് ഇനി ഒന്നിനും പോകണ്ടെന്നാണ് പറഞ്ഞേക്കണേ. കണ്ണനും മഹാലക്ഷ്മിയായിട്ട് എങ്ങനെയെങ്കിലും ലോകത്തിലാവണമെന്ന്. അതുപോലെ തന്നെ അമ്മായിയും ഇപ്പോൾ പറയുന്നത് കണ്ണേട്ടൻ്റെയും മേടത്തിയുടെയും ഭാഗം തന്നെയാണ്. ഇപ്പോൾ അമ്മാവൻ വീൽ ചെയറിലായതിനു ശേഷം എല്ലാ മാസവും കൃത്യമായിട്ട് കണ്ണേട്ടൻ അമ്മാവൻ്റെ അക്കൗണ്ടിലേക്ക് അമ്മാവൻ്റെ സാലറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കണേന്നും പറഞ്ഞ് അമ്മായിക്ക് അവരോട് ഇപ്പോൾ നല്ലൊരു ഇഷ്ടവും സഹതാപവും തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല അമ്മായി ഒരു കാര്യം എടുത്തു പറഞ്ഞു, കണ്ണൻ ആ പൈസ അമ്മാവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണേനെ മഹാലക്ഷ്മി തടയണമില്ല. അതുകൊണ്ട് നിങ്ങളിനി ഒരു പ്രശ്നത്തിനും പോകണ്ട. സ്വാതിയുടെ വിവാഹത്തിന് കണ്ണേട്ടൻ സഹായിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ അമ്മായിയും ഇപ്പോൾ കണ്ണേട്ടൻ്റെ ഇടത്തിൻ്റെയും ഭാഗത്തായ മട്ട അമ്മയെന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇവർക്കൊക്കെ ഇത് എന്തിന് പറ്റിയിട്ടാണ്? എന്തായാലും അവളെയും അവനെയും വേർപിരിക്കാനാണ് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഇടത്തിയും ഏട്ടനൊക്കെ എന്താ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കണേന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അമ്മാവന് ശരിക്കും ഇപ്പോൾ പേടിയുണ്ട്. അന്ന് ഇടത്തിയും ആ മാനേജറും ആ തട്ടിൻ്റെ മേളിക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നടന്നു. പക്ഷേ ആ തട്ട് പൊളിഞ്ഞ് അവർ വീണില്ല. അതേസമയം അമ്മാവൻ ജസ്റ്റ് ഒന്ന് ചവിട്ടിയുള്ളൂ. ചവിട്ടിയപ്പോൾ തന്നെ അമ്മാവൻ തട്ട് പൊളിഞ്ഞ് താഴെ വീണു. അതുമാത്രമല്ല അമ്മാവൻ്റെ നടുവിന് സാരമായ പരുക്കും പറ്റി. അമ്മാവനിപ്പോൾ വീൽ ചെയറിലുമായി. ഇനിയിപ്പോൾ അമ്മാവന് ജീവിതകാലത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നും തോന്നണില്ല. ഇപ്പം അമ്മാവൻ പറയണത് ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിൽ നല്ലത് മരിക്കണതാണ്. എന്തായാലും മേഘേട്ടനും ഞാനും പിന്നോട്ടില്ല. എങ്ങനെയെങ്കിലും മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെ മേഘേട്ടൻ്റെ തീരുമാനം. പക്ഷെ അമ്മായി സമ്മതിക്കണില്ല. അമ്മായി പറയണ ഇനി മഞ്ജുവിനെ വീട്ടിലോട്ട് കയറ്റൂല എന്ന് തന്നെയാണ്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഏട്ടൻ എന്തായാലും നമ്മൾക്കൊപ്പം നിൽക്കും. മേഘൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവരണോടാ ഉണ്ണീന്ന്. ആ സമയം ഉണ്ണി പറയുന്നുണ്ട്, തിരിച്ചു കൊണ്ടുവന്നാലും മഞ്ജു ഇനി മേഘേട്ടൻ്റെ കൂടെ ജീവിക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല അമ്മേ. കാരണം മേഘേട്ടൻ അത്രയ്ക്കും വൃത്തികെട്ട സ്വഭാവമുള്ളവനാ. അയാൾക്ക് ഒരു കാമുകിയും അതിലൊരു കുഞ്ഞും ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ മഞ്ജു പോയത്. പിന്നെ എങ്ങനെ മഞ്ജു ഇനി മേഘേട്ടൻ്റെ ജീവിതത്തിലേക്ക് പോകുമെന്ന്. ആ സമയം ദുർഗ പറയുന്നുണ്ട്, ആണുങ്ങളാകുമ്പോൾ അങ്ങനെ പല തെറ്റുകളും സംഭവിക്കും. അതും പറഞ്ഞ് ഇറങ്ങി പോവുകയാണോ ചെയ്യേണ്ടത്? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയോ വേണ്ടേ? എന്തായാലും അവളും കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ മേഘൻ്റെ വീട്ടിലേക്ക് എത്തിക്കണ കാര്യം ഞാൻ ഏറ്റവും ദുർഗ പറയുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ കമ്പനി വരെ പോയിട്ട് വരാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണി കമ്പനിയിലോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് സാഗറോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ടെക്സ്റ്റൈൽസിൽ വെച്ച് ഏടത്തിയെ കണ്ടു. ഏടത്തി ആരെ? മഹാലക്ഷ്മിനെയാണെന്ന് ചോദിക്കുമ്പോൾ അതേ ഏടത്തീനെ തന്നെ. ഏട്ടന് വേണ്ടി കറുത്ത മുണ്ട് വാങ്ങാൻ വന്നതാന്ന് പറയുമ്പം അതിന് കണ്ണൻ സാറ് കറുത്ത മുണ്ടൊന്നും എടുക്കാറില്ലല്ലോ എന്ന് പറയണു. അതല്ല, ഏട്ടൻ ശബരിമലയ്ക്ക് പോകുകയെന്നാണ് പറഞ്ഞത്. അതിന് കണ്ണൻ സാറിന് മല കയറാനുള്ള ഇതൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല സാഗറേട്ടാ. എടുത്തി പറഞ്ഞത് കണ്ണേട്ടൻ്റെ ഒപ്പം മാർക്കോ ചേട്ടനും അനന്തു ഏട്ടനും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും കണ്ണേട്ടൻ പോയിട്ട് വരട്ടെ. എത്രയോ വർഷങ്ങളായി എൻ്റെ കണ്ണേട്ടൻ വീൽ ചെയറിൽ ഇരുന്നിങ്ങനെ ജീവിക്കണു. കണ്ണേട്ടനും ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മളെപ്പോലെ എഴുന്നേറ്റ് നടക്കാൻ? അതിന് കാരണക്കാർ മഞ്ജുവിൻ്റെ അമ്മയും അമ്മാവനൊക്കെ അല്ലേ. കുറേ കാലം മഞ്ജുവും അതിന് സപ്പോർട്ടല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ അത് ഓർത്തിട്ട് എന്നോട് തന്നെ പുച്ഛം തോന്നുക
സാഗരേട്ട, ഒരു തെറ്റും ചെയ്യാത്ത കണ്ണേട്ടനെ എല്ലാവരും ചേർന്ന് ഇത്രയും കാലം വീൽ ചെയറിലിരുത്തി. അന്ന് തന്നെ കൃത്യമായ മരുന്ന് കണ്ണേട്ടന് കൊടുത്തിരുന്നെങ്കിൽ കണ്ണേട്ടൻ നമ്മളെപ്പോലെ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നേനെ. എന്തായാലും ഇനിയെങ്കിലും കണ്ണേട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം മഞ്ജു, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാന്ന്. പിന്നീട് മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ട വേറൊരു വിശേഷമുണ്ട്, കരുണേടത്തിയുടെ കുഞ്ഞു പോയി എന്ന്. അന്നേരം സാഗർ പറയുന്നുണ്ട്, ആ കരുണ എന്ന് പറയുന്നത് ദുഷ്ടതയുടെ അവതാര, അവളുടെ മനസ്സിൽ കുശുമ്പും ദുഷ്ടതരവും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പം അത് ഏടത്തിയുടെ അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് പായസത്തിൽ കരുണേടത്തിയുടെ മുത്തശ്ശിയും കൂടി വിഷം ചേർത്ത് കണ്ണേട്ടനും ഏടത്തിക്കും കൊടുക്കാനായിട്ട് വച്ചിരുന്നു. ആ പായസം കരുണേടത്തി തന്നെ കുടിച്ച് അങ്ങനെ കരുണേടത്തിയുടെ കുഞ്ഞ് പോയെന്ന്. ആ സമയം സാഗർ ചോദിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നണം മഞ്ജു എന്ന് ചോദിക്കുമ്പം അവർക്ക് എങ്ങനെയും ഏടത്തിനെ ഏട്ടനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ളൂ. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് മഞ്ജുവിൻ്റെ ആങ്ങളെ അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പം അതിലെന്താ സംശയം, ഉണ്ണിയേട്ടൻ്റെ അമ്മയുടെയൊക്കെ അറിവോടുകൂടി തന്നെ ആയിരിക്കുള്ളൂ കരുണേടത്തിയുടെ മുത്തശ്ശിയും പായസത്തിൽ വിഷം ചേർത്തത്. പിന്നെ എങ്ങനെയാണ് കരുണ അത് കുടിച്ചതെന്ന് ചോദിക്കുമ്പം മഞ്ജു ആ മഹാലക്ഷ്മി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, ഞാൻ മഞ്ജുവിനോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, മഹാലക്ഷ്മി എന്തോ ഒരു ദൈവിക ചൈതന്യമുള്ള പെൺകുട്ടിയാണ്. ഞാൻ അവരുടെ കൂടെ നടന്ന സമയത്തൊക്കെയും എനിക്കത് ബോധ്യമായിട്ടുണ്ട്. ഇത്രയും സ്വത്തും സമ്പാദ്യമൊക്കെ കയ്യിലേക്ക് വന്ന് ചേർന്നിട്ടും അതിൻ്റേതായ ഒരു അഹങ്കാരമോ ഒന്നുമില്ലാത്തൊരു പെണ്ണാണ് മഹാലക്ഷ്മി. അതുകൊണ്ട് മഹാലക്ഷ്മിക്ക് കൂട്ടിനെപ്പോഴും ദൈവങ്ങളുണ്ടാവും. അതിന് ഉദാഹരണമാണല്ലോ ഇപ്പോൾ അവർ കുടിക്കേണ്ട വിഷം കരുണ തന്നെ കുടിച്ചത്. എന്തായാലും കരുണേടത്തിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് മഞ്ജു പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മളുടെ ഉണ്ണി ചെന്നേക്കാണ്. ഉണ്ണി ചെന്നതും അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഉണ്ണി സാർ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണത് ഞാനാന്ന് പറയുന്നു. അന്നേരം അവർ പറയുന്നുണ്ട്, അതിന് ഇപ്പോൾ ഉണ്ണി സാറല്ല ഇവിടുത്തെ സൂപ്പർവൈസർ, ഉണ്ണി സാറിനെ സൂപ്പർവൈസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ, ഇപ്പോൾ ഓഫീസിലെ ജോലി മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ സാറ് ഞങ്ങളെ ഭരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അത് ഇപ്പം ഇനി ഞാൻ സൂപ്പർവൈസറാവും, അതുമാത്രമല്ല ചിലപ്പോൾ ഇതിൻ്റെ മൊത്തം ഭരണം എൻ്റെ കയ്യിലായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ തൊഴിലാളികളെയൊക്കെ ഉണ്ണി ഭരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്, കൂടെ മാനേജറും ഉണ്ട്. മാനേജറും വരുന്ന സമയത്ത് ഉണ്ണീനെ കണ്ടതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വന്നതാന്ന് പറയണം. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ നിന്നോട് ഞാനോ കണ്ണേട്ടനോ പറഞ്ഞോ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ പറയണേ എന്തിനാ, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാ, ഞാനും മേഘേട്ടനും അമ്മാവനൊക്കെ കൂടി ഇത് ഇത്രയും വളർച്ചയിൽ എത്തിച്ചത്, എന്നിട്ടിപ്പോൾ ഞങ്ങളോട് പോകാൻ പറഞ്ഞാൽ അങ്ങനെ പോകാനൊന്നും എനിക്ക് പറ്റില്ല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ ഉള്ള ജോലി പോലും നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കേണ്ടി വരും. അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്കി നടക്കുക, നിനക്ക് ഏൽപ്പിച്ചേക്കുന്ന ജോലി മാത്രം നീ ചെയ്താൽ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളാണോ തീരുമാനിക്കണേന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ അത് തീരുമാനിക്കുന്നത്, ഇപ്പോൾ ഈ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം ഏക അവകാശം ഞാനാണ്, അതുകൊണ്ട് ഇവിടെ എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം എനിക്ക് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന്. അത് കേട്ടതും ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് അടി കിട്ടിയതുപോലെ തന്നെ ആവുന്നുണ്ട്. പണിക്കാരെല്ലാം ഇത് കേട്ട് നിൽക്കണ കാണുമ്പം ഉണ്ണിക്ക് നാണക്കേട് കൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നുണ്ട്. പിന്നെ ഉണ്ണി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മഹാലക്ഷ്മിയും മാനേജറും കൂടി മേളിൽ പോയി എല്ലാ സ്ഥലവും നമുക്കൊന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്താണ് നമ്മളുടെ സാഗർ അവിടെ പണിക്കാരുടെ വേഷത്തിൽ നിൽക്കണ കാണുന്നത്. അത് കണ്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് സാഗറിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം അത് മേഡം ഞാനിവിടെ ജോലിക്ക് വന്നത്, ആരാ നിന്നെ ജോലിക്ക് നിയമിച്ചതെന്ന് ചോദിക്കുമ്പം ആ മേസ്ത്രി വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരാളുടെ ഒഴിവുണ്ടായിരുന്നു മേഡം, അപ്പോൾ ഇയാൾ ജോലി ചോദിച്ചു വന്നപ്പോൾ ഞാൻ നിയമിച്ചതാണ്. അത് കേട്ടതും നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി മിക്കവാറും നമ്മളുടെ മഹാലക്ഷ്മി കണ്ണനോട് പറഞ്ഞ് സാഗറിന് കണ്ണൻ്റെ ഓഫീസിൽ തന്നെ നല്ല ജോലി മേടിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മഞ്ജുവിനെ മാത്രം ജോലിക്ക് വിട്ടേക്കണമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. മഞ്ജുവും സാഗറും ഇതുപോലെ ജോലി എടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചേക്കണം കാണുമ്പോൾ എന്തായാലും മഹാലക്ഷ്മിക്ക് സന്തോഷമാവും. അതുപോലെ തന്നെ മഞ്ജുവിനെയും സാഗറിനെയും മഹാലക്ഷ്മിയും കണ്ണനും ചേർത്ത് നിർത്താൻ തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.